ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു പുതിയ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ്. വിഷു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ നമ്മളിത് രാവിലെ നേരത്തെ എണീറ്റ് വിഷു ആയതുകൊണ്ട് തന്നെ അന്നത്തെ നേരത്തെ എണീറ്റ് പല്ലേച്ച് കുളിച്ചു. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നു. ഇഡ്ഡലിയും സാമ്പാറായിരുന്നു. അതിനുശേഷം നമ്മൾ സദ്യ കറികൾ ഉണ്ടാക്കുന്ന തിരക്കിൽ അങ്ങോട്ട് പോയി. അങ്ങനെ കറികളൊക്കെ സെറ്റാക്കി ഉണ്ടാക്കിയത് ഇവിടെ കൊണ്ടുവന്ന്. അപ്പോൾ ഈ സംഗതി എല്ലാം വിളമ്പി വെച്ച് ചോറ്, രസം, സാമ്പാർ, തോരൻ, അവിയൽ, പിന്നെ അച്ചാർ, കിച്ചടി, അങ്ങനെ പരിപ്പ് പായസം, അങ്ങനെ എല്ലാം ഇവിടെ വിളമ്പി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പിന്നെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് വിളമ്പാം. അപ്പോൾ ഞാനും വിളമ്പാൻ സഹായിക്കുന്നു. എനിക്ക് ഈ വിളമ്പാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പോയി. അപ്പോൾ ഞാൻ വിളമ്പാൻ, അപ്പോൾ ഞാൻ ചുടെടുത്ത് പറഞ്ഞു, എടി ഞാൻ വിളമ്പണ ഒരു ക്ലിപ്പ് കുറച്ചെടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവളെ കൊണ്ട് ഇടിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിളമ്പിയൊക്കെ ഞങ്ങളെല്ലാം വിളമ്പി കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പം നമുക്ക് സദ്യ കഴിക്കാൻ കഴിച്ചു. നല്ല നല്ല സുഖമായിട്ടിരുന്ന് സദ്യ കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സദ്യ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് കഴിക്കാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിരുന്നു. പിന്നെ സദ്യ പൂർണ്ണമാണെങ്കിൽ പപ്പടവും പായസമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ പരിപ്പ് പായസവും പപ്പടത്തിന് പുറത്ത് ഒഴിച്ചിട്ട് കുഴച്ച് നല്ല രസമാണ്. എനിക്ക് സാധാരണ ഇത് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമല്ല, പക്ഷേ ഇപ്പോൾ കഴിച്ചപ്പോൾ എന്താണെന്നല്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പാലട പായസം കുടിച്ചു. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം അച്ഛൻ്റെ അനിയത്തിയുടെ വീട്ടിൽ പോവാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൊണ്ട് ഞങ്ങൾ കാറിനാണ് പോകുന്നത്. ഞാൻ, ചേച്ചി, അമ്മ, അച്ഛൻ. അപ്പോൾ അത് അങ്ങനെ എല്ലാവരും ഉണ്ട്. ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞ് ഞങ്ങൾ അവരുടെ വീടിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് കളിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഞങ്ങൾ കുറേ നേരം കളിച്ചൊക്കെ ഇരുന്നു കേട്ടോ. അതിനുശേഷം കളിച്ച് കഴിഞ്ഞ് കുറേ സന്ധ്യയൊക്കെ ആയപ്പോൾ ഞങ്ങൾ തിരിച്ച് പോണ വഴി ഞങ്ങൾ കണ്ടാണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ഇപ്പോൾ എടുത്തുന്നുള്ളൂ. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ തിരിച്ചു പോരാൻ കുറേ പോന്നപ്പോൾ വീണ്ടും ഇതേപോലെ കുറേ കുട്ടികളിങ്ങനെ മാലാഖയുടെ ഡ്രസ്സൊക്കെ ഇട്ട് ഒക്കെ പോകണുണ്ടപ്പം രസം തോന്നി എടുത്താണ്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ട് അത്യാവശ്യം നല്ല ബ്ലോക്കായിരുന്നു ഇങ്ങനെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അതൊക്കെ അതിന് ശേഷം ഞങ്ങൾ പോകുന്നോണ്ടിരിക്കുക. പോണ ഇങ്ങനത്തെ പ്രതിമനെ കണ്ടിട്ട് മനുഷ്യനെ പോലെ തോന്നിയിട്ടോ. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ കസിൻ ബ്രദേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അനിയന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനങ്ങനെ എല്ലാവരെയൊക്കെ ഒന്ന് കാണിച്ച് ഇവൻ മുടി കളർ ചെയ്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബംഗാളി വെച്ചിട്ട് കളിയാക്കുന്നത് അവൻ്റെ ഫ്രണ്ടിൽ 2 പല്ല് പോയിട്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ചിറ്റന്മാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ചിറ്റന്മാരൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇപ്പം ഞാൻ വിചാരിച്ചു വന്നല് ആകെ ഉഷാറില്ലായ്മ. അപ്പോൾ ഞാൻ വിചാരിച്ചു മേലാകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഞാൻ ഇനി മേലാകാൻ പോവാണ് ഗൈസ്. മേലേക്ക് കാണാം. അപ്പോൾ ഞാൻ മേലേക്ക് കഴുകി കഴിഞ്ഞ് മുടിയൊക്കെ പിന്നൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചു. മുടിയൊക്കെ പിന്നിട്ട് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ഇനിയിപ്പോൾ വല്ല കളിക്കും. ഞങ്ങളെല്ലാവരും കൂടി അവനവിടെ ഭയങ്കര ഫോൺ കളിയിലാണ് ഗൈസ്. ഓക്കെ, ഇനിയിപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ഇരുന്ന് കളിക്കുകയാണ് വരുന്നത്. ഞങ്ങൾ എപ്പോഴും ഞങ്ങൾ കളിക്കാറ് കള്ളനും പോലീസും ഈ പേപ്പറിൽ എഴുതിയില്ല, അതല്ലെങ്കിൽ പിന്നെ ഈച്ചക്കോട്ടെ, അങ്ങനെ കളിക്കാറ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ ഇരിപ്പുണ്ട് ഗൈസ്. അവൻ കുറേ നേരമായി അങ്ങനെയൊക്കെ കിടന്ന് കോപ്രായം കാണിക്കുക. അപ്പോൾ ഗൈസ് ഞാനും കാണിക്കുന്നുണ്ട്. പേപ്പറും പേനൊക്കെ എടുത്ത് നമ്മളവിടെ ഇരിപ്പുണ്ട്. ഇനി നമ്മൾ കുറച്ച് ഇത് കളിക്കും. അപ്പോൾ അവിടെ സൈഡിൽ അപ്പുറത്ത് വീട്ടിൽ പടക്കം പൊട്ടിച്ചപ്പോൾ ഞങ്ങൾ കണ്ടപ്പോൾ കണ്ടതാണ്. അപ്പോൾ ഗൈസ് ഞാൻ കാണിക്കണത് അതാണ് ഇപ്പോൾ എല്ലാവരും നോക്കിയത് അങ്ങോട്ട്. അപ്പോൾ അതിനുശേഷം ഞങ്ങളൊക്കെ ഇരുന്ന് കളയനും പോലീസ് കളിച്ചോണ്ടെങ്കിൽ ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ. ഇന്നും ഭയങ്കര കോമഡിയാണ്. ഞങ്ങളെല്ലാവരും കൂടി ചിരിച്ചിട്ട് ഒരു വകയായി. കുറേയൊക്കെ ഞാൻ കട്ട് ചെയ്ത്, കുറേ ഉണ്ടായിരുന്നു ഭയങ്കര ലോങ് ആയി പോയത്. പിന്നെ കുറേയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ചോറ് കഴിക്കാൻ വേണ്ടി വിളിച്ചു കേട്ടോ. ചോറിന് ചിക്കൻ കറിയായിരുന്നു ചോറ്. അപ്പോൾ ചോറ് കഴിച്ചു കഴിഞ്ഞു. ഇപ്പോൾ പല്ല് വെച്ചിട്ട് കിടക്കും. അത്രയൊക്കെ ഉള്ളൂ ഞാൻ ചെയ്യാറ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്തിടെ കാണാം. ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.